45-ാം സങ്കീർത്തനം അതിൻ്റെ 10-11 വാക്യങ്ങൾ. അല്ലയോ കുമാരി, കേൾക്കാൻ നോക്കുക, ചെവി ചായ്ക്ക, സ്വജനത്തെയും നിൻ്റെ പിതൃഭവനത്തെയും മറക്ക. അപ്പോൾ രാജാവ് നിൻ്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. അവൻ നിൻ്റെ നാഥനല്ലോ, നീ അവനെ നമസ്കരിച്ച് കൊള്ളുക. നമ്മൾ സാധാരണ വിവാഹ വേദികളിലൊക്കെ വായിച്ച് കേൾക്കുന്ന ഒരു സങ്കീർത്തനമാണ് 45-ാം സങ്കീർത്തനം. അതിന് മറ്റു വലിയ പ്രാധാന്യമൊന്നും നാം കൊടുക്കാറില്ല, മറ്റു വേദികളിലോ സാഹചര്യങ്ങളിലോ ഒന്നും വായിക്കാറില്ല. എന്നാൽ ഈ സങ്കീർത്തനം നാം വായിക്കുന്നത് വിവാഹത്തോടുള്ള ബന്ധത്തിലാണ്. ചരിത്രകാരന്മാരും പണ്ഡിതന്മാരും വേദപണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നതനുസരിച്ച് എബ്രായ ആളുകൾ അവരുടെ വിവാഹ വേദികളിൽ വായിക്കുന്ന ഒരു സങ്കീർത്തനം എന്നാണ് ആ സങ്കീർത്തനത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. എന്തു തന്നെയായാലും ഈ സങ്കീർത്തനത്തിൽ വളരെ ആത്മീകമായിരിക്കുന്ന അനേക യാഥാർത്ഥ്യങ്ങളുണ്ട്. എന്നാൽ അതിൽ തന്നെ ഒരു രാജാവും ഒരു രാജ്ഞിയും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നുള്ളത് ഈ 45-ാം സങ്കീർത്തനത്തിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. അതിൽ നാം വായിച്ച 11-ാം വാക്യം വളരെ ശ്രദ്ധേയമാണ്. അതാണ് നമ്മൾ അടിസ്ഥാനമായിട്ട് വായിക്കുവാനും ചിന്തിക്കുവാനും ആഗ്രഹിക്കുന്ന വിഷയം. അപ്പോൾ രാജാവ് നിൻ്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും, അവൻ നിൻ്റെ നാഥനല്ലോ, അവനെ നമസ്കരിച്ചു കൊള്ളുക എന്നാണ് നാം വായിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു രാജാവിനെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നാം ഈ സങ്കീർത്തനം പരിശോധിക്കുമ്പോൾ ഇത് കോരഹ് പുത്രന്മാരുടെ ഒരു സങ്കീർത്തനമാണ്. ഈ കോരഹ് പുത്രന്മാരുടെ സങ്കീർത്തനത്തിൽ വളരെ വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ രാജാവ് ആരാണ് എന്നുള്ളത് എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യങ്ങളുടെ ഉദ്ധരണി വെച്ച് പരിശോധിക്കുമ്പോൾ ഇതൊരു മശിഹ സങ്കീർത്തനമാണ് എന്നും ഇവിടെ പറഞ്ഞിരിക്കുന്ന രാജാവ് എന്ന് പറയുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവായ യേശുക്രിസ്തു ആണ് എന്നും വ്യക്തമാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ നാം ഒരു രാജാവിനെ ഒന്ന് മനസ്സിലാക്കുകയാണ്. ഈ രാജാവിനെക്കുറിച്ച് 11-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ നിൻ്റെ നാഥനല്ലോ എന്നാണ്. അവിടെ ഇംഗ്ലീഷിൽ വായിക്കുന്നത് ഹി ഈസ് യുവർ ലോർഡ്, അവൻ നിൻ്റെ കർത്താവാണ്, അവിടുന്ന് നിൻ്റെ നാഥനായിട്ട് ഇരിക്കുക, അവനെ നമസ്കരിച്ചു കൊള്ളുക. അപ്പോൾ ഒരു രാജാവിനെ ചൂണ്ടിക്കാണിക്കുക. ഇനി ആ രാജാവിൻ്റെ പ്രത്യേകത പറയുന്നുണ്ട് 6-ാം വാക്യത്തിൽ: ദൈവമേ, നിൻ്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളതാകുന്നു, നിൻ്റെ രാജത്വത്തിൻ്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോലാകുന്നു. 7-ാം വാക്യം: നീ നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദ്വേഷിക്കുന്നു എന്ന് നാം വായിക്കുന്നു. അതുകൊണ്ട് നിൻ്റെ ദൈവം തന്നെ നിൻ്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. ഇവിടെ ദൈവമേ, നിൻ്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത് എന്നും നിൻ്റെ രാജത്വത്തിൻ്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോലാകുന്നു എന്നും ഒക്കെ പറയുന്നത് നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയുന്ന ഒരു പ്രയോഗമാണ്. അതാണ് ഞാൻ ആദ്യം ഓർപ്പിച്ച എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വസ്തുത എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ഈ ആശയം പറഞ്ഞ് മുന്നോട്ട് പോകട്ടെ. ഇവിടെ ഒരു രാജാവിനെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ആ രാജാവ് മറ്റാരുമല്ല, അത് നമ്മുടെ കർത്താവിനെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വാക്കാണ്. എന്നാൽ ആ രാജാവ് അടുത്തതായിട്ട് പറയുന്ന വാക്ക് ഇങ്ങനെയാണ് രാജാവിനോടുള്ള ബന്ധത്തിൽ: അപ്പോൾ രാജാവ് നിൻ്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും എന്നാണ് നാം വായിക്കുന്നത്. അപ്പോൾ രാജാവിന് ആഗ്രഹമുള്ള ഒരു വിഷയം പറഞ്ഞിട്ടുണ്ട്. ആ വിഷയമാണ് നാം ഇതിനോട് ചേർത്ത് നിർത്തുവാൻ ആഗ്രഹിക്കുന്നത്. രാജാവിന് ഏറ്റവും ആഗ്രഹമുള്ള വിഷയം എന്താണ്? രാജാവിന് നിൻ്റെ ബ്യൂട്ടി, നിൻ്റെ സൗന്ദര്യം, അത് രാജാവ് ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ ആ കർത്താവ് ആഗ്രഹിക്കുന്നത് സൗന്ദര്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ന്യായമായിട്ടും ഒരു ചോദ്യമുണ്ടാകാം: ആരുടെ സൗന്ദര്യമാണ് ആഗ്രഹിക്കുന്നത്? ആരുടെ സൗന്ദര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഇനിയും ആ സൗന്ദര്യത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ മറ്റൊരു കാര്യം കൂടി 10-ാം വാക്യത്തിലുണ്ട്. അത് വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് ഈ സൗന്ദര്യത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ. എന്നാൽ അവിടേക്ക് പോകാനായിട്ട് എൻ്റെ മുമ്പാകെ സമയമില്ല. വളരെ പെട്ടെന്ന് ഞാനൊന്ന് പറഞ്ഞു പോകാം. 10-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക: അല്ലയോ കുമാരി, കേൾക്ക, നോക്കുക, ചെവി ചായ്ക്ക, സ്വജനത്തെയും നിൻ്റെ പിതൃഭവനത്തെയും മറക്ക. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നോക്കിയാൽ
കേൾക്കുക, നോക്കുക, ചെവി ചായ്ക്കുക, മറക്കാം. 4 അതിപ്രധാനപ്പെട്ട വിഷയങ്ങളെ ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. ഈ 4 കൂട്ടം കാര്യങ്ങൾ ഈ കുമാരിയോട് പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, നീ ഈ 4 കൂട്ടം കാര്യങ്ങൾ ചെയ്യുക. എന്നിട്ട് അതിനോട് ചേർത്താണ് പറയുന്നത്, അപ്പോൾ രാജാവ് നിൻ്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. എപ്പോഴാണ് രാജാവ് നിൻ്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കുന്നത്? ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ്: നീ കേൾക്കേണ്ടതുപോലെ കേൾക്കുമ്പോൾ, നോക്കേണ്ടതുപോലെ നോക്കുമ്പോൾ, മറക്കേണ്ടത് മറക്കുമ്പോൾ രാജാവ് നിൻ്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. നമുക്കതിനെ ഇങ്ങനെ വിശേഷിപ്പിക്കുന്നതിൽ തെറ്റില്ല. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വിളി കേട്ട് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ദൈവിക പദ്ധതികൾക്ക് വേണ്ടി ഉപേക്ഷിക്കേണ്ടതിനെ അബ്രഹാമിനെ പോലെ ഉപേക്ഷിച്ച് മുന്നോട്ട് ഇറങ്ങിത്തിരിക്കുന്ന ഒരു വ്യക്തി ജീവിതത്തിൻ്റെ സൗന്ദര്യമാണ് ഇവിടെ രാജാവ് ആഗ്രഹിക്കുന്നത്. അബ്രഹാമിനെ ദൈവം വിളിച്ച് വേർതിരിക്കുമ്പോൾ പറയുന്ന ഒരു വാക്ക് നമുക്ക് ഏവർക്കും അറിയാമല്ലോ: നീ നിൻ്റെ ദേശത്തെയും ചാർച്ചക്കാരെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് യാത്രയാവുക. അപ്പോൾ ഒരു സെപ്പറേഷൻ്റെ, ഒരു വേർപാടിൻ്റെ, ഒരു ഉപേക്ഷിക്കലിൻ്റെ ഒക്കെ അവസ്ഥയാണ് അതവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതുതന്നെയാണ് ദൈവ മക്കൾ എന്ന നിലയിൽ നാം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി അംഗീകരിച്ചപ്പോൾ ചെയ്ത ഒരു പ്രവൃത്തി എന്താണ്? നാം ഈ ലോകത്തോട് ബൈ ബൈ പറഞ്ഞു. ലോക ജീവിതത്തോട് എന്നേക്കുമായി ഒരു അകലുച്ച നമ്മുടെ ജീവിതത്തിൽ നാം പ്രാപിച്ചു. അതിനുശേഷമാണല്ലോ നാം നമ്മുടെയൊക്കെയും ഈ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആദ്യ പടി എടുത്തു വെച്ചത്. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയട്ടെ, ഇവിടെ പറഞ്ഞിരിക്കുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു എന്ന രാജാവും ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കുമാരിയെയും കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ആ കുമാരിയുടെ ദൃഷ്ടാന്തം ഒന്നും ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. മറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്ന ആ പശ്ചാത്തലത്തിൻ്റെ കുമാരി ഏതാണ് എന്ന് നമുക്കറിയില്ല. എങ്കിലും ആ ഒരു വിവാഹ വേദിയിൽ വായിക്കുന്ന രാജാവും രാജ്ഞിയും തമ്മിലുള്ള ആ ബന്ധത്തെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനെ സംബന്ധിച്ചുള്ള ഒരാത്മീക സത്യം നമുക്ക് ഓർക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചും തൻ്റെ സഭയായിരിക്കുന്ന കാന്തയെക്കുറിച്ചുമുള്ള ഒരു ചിത്രമാണ്. ഞാനിങ്ങനെ പറയട്ടെ, എന്തുകൊണ്ട് അത് അങ്ങനെ പറയാൻ ഇടയായിട്ട് തീരുന്നു? മുന്നിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ ഉപേക്ഷിച്ചിട്ട് എൻ്റെ അടുക്ക് വരിക, ഞാൻ ആ സൗന്ദര്യത്തെ ആഗ്രഹിക്കുന്നു. അപ്പോൾ അവൾ എന്തൊക്കെയാണോ ജീവിതത്തിൽ കരുതിയിരുന്നത് അതിന് എല്ലാം വേണ്ട എന്ന് വെച്ചിട്ട് ഈ കർത്താവിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ചിരിക്കുക. അപ്പോൾ അഭേദ്യമായിരിക്കുന്ന ഒരു രാജാവും രാജ്ഞിയും തമ്മിലുള്ള ബന്ധമെന്നോ മണവാളനും മണവാട്ടിയും തമ്മിലുള്ള ബന്ധമെന്നോ നമുക്കതിനെ ചിത്രീകരിക്കാനായിട്ട് കഴിയുന്നതാണ്. എന്നാൽ ദൈവസഭയോടുള്ള ബന്ധത്തിൽ ഈ ആശയം ഒന്ന് മനസ്സിലാക്കുവാൻ ദൈവസഭയെ ദൃഷ്ടാന്തമായിട്ട് ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന ഞാൻ ആദ്യം ഓർപ്പിച്ച ചില വിഷയങ്ങളിൽ ഒന്നാണല്ലോ മണവാട്ടിയായിരിക്കുന്ന ദൈവസഭ എന്ന് പറയുന്നത്. സഭയുടെ കാന്തനായ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു ദൈവസഭ മണവാട്ടിയുമായിട്ട് ഇരിക്കുന്നത്. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 22 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ അതിൻ്റെ പശ്ചാത്തലം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിലും 19-ാം അധ്യായത്തിലും അതിൻ്റെ ആശയം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഞാൻ അവിടേക്കൊന്നും ഇപ്പോൾ പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എങ്കിലും എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് ആശയം മനസ്സിലാക്കുവാൻ, എൻ്റെ വിഷയത്തിൻ്റെ ആമുഖം ഒന്ന് മനസ്സിലായിട്ട് ലഭിക്കുവാനായിട്ട് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ഒന്ന് കൊണ്ടുപോവുകയാണ്. എഫേസ്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 22 മുതലുള്ള വാക്യങ്ങൾ എല്ലാം വായിക്കുന്നില്ല. എങ്കിലും അവിടെ പൗലോസ് അപ്പോസ്തലൻ ക്രിസ്തുവും സഭയും തമ്മിലുള്ള ആ ബന്ധത്തിൻ്റെ വലിപ്പം ഒന്ന് ചൂണ്ടിക്കാണിക്കുകയാണ്. അത് കാണിക്കുമ്പോൾ തന്നെ അവിടെ തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ദൃഢതയും വെളിപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം എന്താണ് എന്നുള്ളത് പറയുവാൻ പൗലോസ് ചൂണ്ടിക്കാണിക്കുന്ന ദൃഷ്ടാന്തമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. നോക്കുക, ഒരാശയം പറയാൻ ഉടനെ തന്നെ ഭാര്യ ഭർത്താക്കന്മാരോട് നിങ്ങൾ സ്നേഹിക്കണമെന്ന് പറയുവാൻ പൗലോസ് ഉപയോഗിക്കുന്നത് ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധമാണ്. ഞാനതൊന്ന് പെട്ടെന്ന് ചൂണ്ടിക്കാണിക്കട്ടെ. 22-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഭർത്താക്കന്മാർക്ക് കീഴടങ്ങണം. ഇത് പറയാനായിട്ട് പൗലോസ് ഉപയോഗിച്ച വാക്കിങ്ങനെയാണ്, കർത്താവിന് എന്ന പോലെ. അപ്പോൾ കർത്താവിന് എന്ന പോലെ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. ഇനി 23-ാം വാക്യം നോക്കുക,
ക്രിസ്തു ശരീരത്തിൻ്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ അവിടെ ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ വ്യക്തമായിരിക്കുന്ന ചിത്രം അവിടെയും പൗലോസ് കൊണ്ടിരിക്കുകയാണ്. ഇനി 3:24 വാക്യത്തിലുണ്ട്, സഭ ക്രിസ്തുവിന് കീഴടങ്ങി ഇരിക്കുന്നത് പോലെ എന്ന് നാം വായിക്കുന്നു. എന്താണ് പറഞ്ഞതിൻ്റെ ആശയം? ഭാര്യയും ഭർത്താക്കന്മാരും തമ്മിലുള്ള ബന്ധത്തിൽ ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കണം എന്നുള്ളത് ഒന്നും മനസ്സിലാക്കി കൊടുക്കുവാൻ പൗലോസ് ഉപയോഗിച്ച വാക്ക് ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധമാണ്. ഇനിയും 27 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, കറ ചുളുക്കം മുതലായവ ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്കു തന്നെ, നിഷ്കളങ്കയുമായി തനിക്കു തന്നെ എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുകയാണ്. എന്നിട്ട് അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു എന്നും നാം വായിക്കുകയാണ്. ഇനി നോക്കുക 29 വാക്യം, ക്രിസ്തുവും സഭയെ ചെയ്യുന്നത് പോലെ അതിനെ പോറ്റി പുലർത്തുക. അപ്പോൾ അവിടെയും പൗലോസ് ഓർപ്പിക്കുന്നത് ഭാര്യാഭർത്തൃബന്ധത്തിൻ്റെ അകത്ത് അതൊന്നും മനസ്സിലാക്കി കൊടുക്കുവാൻ പൗലോസ് ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധം കൊണ്ടുവന്നു. ഇനി 32 വാക്യത്തിലേക്ക് വരുമ്പോൾ ഒടുവിൽ പൗലോസ് ഏറ്റവും വ്യക്തമായിട്ട് ആ ആത്മീക സത്യം പറഞ്ഞു, ഈ മർമ്മം വലിയത്, ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. അപ്പോൾ ഈ വേദഭാഗങ്ങളിലെല്ലാം ഈ ബന്ധത്തിൻ്റെ വലിപ്പം പൗലോസ് ഓർപ്പിക്കുകയാണ്. ഞാൻ ഈ ഭാഗം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഓടി വന്ന ഒരാത്മീക ചിന്ത എന്ന് പറയുന്നത്, എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ പൗലോസ് കുടുംബജീവിതത്തെ സംബന്ധിച്ചുള്ള ഉത്തരവാദിത്തങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ആ പറഞ്ഞിരിക്കുന്ന ഓരോ സെൻറ്റൻസിൻ്റെ അകത്തും പൗലോസ് ആ സത്യം മനസ്സിലാക്കുവാൻ ക്രിസ്തുവും സഭയും തമ്മിലുള്ള, മണവാളനായ ക്രിസ്തുവും മണവാട്ടിയായ സഭയും തമ്മിലുള്ള ബന്ധം ചേർത്ത് വച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ഒരാൾ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുക, ഒരു വിവാഹ ബന്ധത്തിലേക്ക് പ്രവേശിക്കുക എന്ന് പറയുന്നത് അവൻ്റെ ജീവിതത്തിൻ്റെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഒരിക്കലും ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു ജീവിതത്തിൽ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് പ്രവേശിക്കുന്ന ഒന്നല്ലല്ലോ കുടുംബജീവിതം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ അവൻ്റെ ജീവിതത്തിൻ്റെ ആരംഭത്തെ അവൻ ആദ്യമായി അവൻ്റെ കാലെടുത്ത് വയ്ക്കുന്ന ആ കുടുംബജീവിതം എങ്ങനെ കൊണ്ടുപോകണമെന്ന് അവൻ അറിയാതിരിക്കുകയാണ്. അതറിയാതിരിക്കുന്നത് കൊണ്ട് അവൻ അതിൻ്റെ ആത്മീക സത്യവും കുടുംബജീവിതത്തിൽ പാലിക്കേണ്ടിയ പ്രമാണങ്ങളും കുടുംബജീവിതത്തിൽ പാലിക്കേണ്ടിയ ധാർമ്മിക മൂല്യങ്ങളും എന്താണ് എന്ന് തിരിച്ചറിയുവാൻ ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധം പൗലോസ് അപ്പോസ്തലൻ പരിശുദ്ധാത്മാവിനാൽ ഇവിടെ രേഖപ്പെടുത്തി വെച്ചു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ദൈവസഭയുടെ സൗന്ദര്യം എന്ന ഈ വിഷയത്തിൻ്റെ മേൽ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകുന്നത് കുടുംബജീവിതവുമായിട്ട് ചേർത്ത് നിർത്തിക്കൊണ്ടാണ്. കുടുംബജീവിതത്തിൽ ദൈവമക്കളുടെ കുടുംബജീവിതങ്ങളിൽ കാത്തുസൂക്ഷിക്കേണ്ട പ്രമാണം എന്താണ് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഏതൊക്കെ വിഷയമാണോ, ഇതേ വിഷയം തന്നെ ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധവുമായിട്ടൊന്ന് ചേർത്ത് നിർത്തി ഞാൻ ഈ വിഷയത്തെ അവതരിപ്പിക്കുവാനായിട്ടാണ് നിങ്ങളുടെ മുമ്പാകെ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ ആ ചിന്ത ഇരിക്കുമ്പോൾ തന്നെ 2 നിലകളിൽ ഈ വിഷയം ഞാൻ ചിന്തിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഒന്ന്, അത് കുടുംബജീവിതവുമായിട്ടും മറ്റൊന്ന് അത് സഭാജീവിതവുമായിട്ടും ബന്ധപ്പെടുത്തിക്കൊണ്ട് ആ ആശയത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്കൊന്ന് കൊണ്ടുപോകാനായിട്ട് ഇടയായിട്ട് തീരട്ടെ. ഇവിടെ ഞാൻ ഓർപ്പിച്ചതുപോലെ നാം വായിച്ചു തുടങ്ങിയ 45-ാം സങ്കീർത്തനം, ഈ 45-ാം സങ്കീർത്തനം അത് കോരഹപുത്രന്മാരുടെ ഒരു സങ്കീർത്തനമാണ്. ഈ സൗന്ദര്യമുള്ള ദൈവസഭ അല്ലെങ്കിൽ ദൈവസഭയുടെ സൗന്ദര്യം എന്ന് നാം പഠിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. ആ സൗന്ദര്യം എന്ന് ഞാൻ ഓർപ്പിച്ച വിഷയം അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഒരിക്കലും ബാഹ്യമായ സൗന്ദര്യത്തെ സംബന്ധിച്ച് അല്ല. ലോകത്തിലുള്ള മനുഷ്യൻ്റെ മുഴുവൻ കോൺസെപ്റ്റിൽ സൗന്ദര്യം, ബ്യൂട്ടി എന്ന് പറയുന്നത് എപ്പോഴും ബാഹ്യമായതാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ സൗന്ദര്യം എന്ന് പറയുന്നത് അത് ബാഹ്യമായ സൗന്ദര്യമല്ല. തൊലി വെളുത്തിരിക്കുന്നതോ കാഴ്ചയ്ക്ക് വലിയ അഴകുണ്ട് എന്ന് പറയുന്നതോ അങ്ങനെ ബാഹ്യമായിട്ട് കാണപ്പെടുന്നതൊന്നുമല്ല പുതിയ നിയമത്തിൽ നാം ചിന്തിക്കുന്ന വിഷയത്തോടും ദൈവത്തിൻ്റെ വചനത്തോടുമുള്ള ബന്ധത്തിൽ സൗന്ദര്യം എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന സൗന്ദര്യം അഥവാ
ദൈവസഭയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് അത് ആന്തരികമായ സൗന്ദര്യമാണ്. അപ്പോൾ തന്നെ ആന്തരികമായ സൗന്ദര്യം ബാഹ്യമായിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു വിഷയമാണ്. ഞാനിതൊന്ന് മനസ്സിലാക്കി തരേണ്ടത് വളരെ ആവശ്യമാണല്ലോ, എന്താണ് ഈ പറഞ്ഞു വരുന്നതിൻ്റെ ആശയം എന്നുള്ളത്. അതുകൊണ്ട് ഒന്ന് രണ്ട് ആശയങ്ങൾ ഞാൻ വളരെ പെട്ടെന്നൊന്ന് ഓർപ്പിക്കാം. 45-ാം സങ്കീർത്തനം കോരഹുപുത്രന്മാരുടെ സങ്കീർത്തനമാണ്. എന്നാൽ 84-ാം സങ്കീർത്തനം അതും കോരഹുപുത്രന്മാരുടെ സങ്കീർത്തനമാണ്. ആ കോരഹുപുത്രന്മാരുടെ സങ്കീർത്തനത്തിൽ പറയുന്ന ഒരു വാക്ക് ഒന്ന് ചൂണ്ടിക്കാണിക്കാം. 84-ന്റെ 1 മുതലുള്ള വാക്യങ്ങൾ അവരുടെ ധ്യാനമായിട്ട് പങ്കുവയ്ക്കുന്നതാണ്. അതിൽ 84-ാം സങ്കീർത്തനത്തിൻ്റെ ആരംഭവാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം. ഇവിടെ കോരഹുപുത്രന്മാർ പറയുക, തിരുനിവാസം എത്ര മനോഹരം. ഞാൻ ചോദിക്കട്ടെ, തിരുനിവാസത്തിന് എന്ത് മനോഹാരിതയാണ് ഉള്ളത്? തിരുനിവാസത്തിന് നാം കാണുന്ന നമ്മുടെ കണ്ണുകൾ കൊണ്ട്, നഗ്നനേത്രങ്ങൾ കൊണ്ട് നോക്കുമ്പോൾ പ്രത്യേകമായിരിക്കുന്ന ഒരു സൗന്ദര്യവും മനോഹാരിതയും കാണുവാൻ കഴിയുകയില്ല. നാം സമാഗമന കൂടാരത്തിൻ്റെ നിർമ്മിതിയോടുള്ള ബന്ധത്തിൽ പരിശോധിച്ചാൽ, ആ നിർമ്മിതിക്ക് വേണ്ടി നിർമ്മിക്കുവാനായിട്ട് ആവശ്യമായിരിക്കുന്ന വസ്തുക്കൾ ഉണ്ടാക്കുമ്പോൾ അതിലേറ്റവും പ്രാധാന്യമായിട്ടും തകശൂൽ തോലും ധൂമ്രനൂലും ചുവപ്പ് നൂലും പിരിച്ച പഞ്ഞുനൂലും ഒക്കെ അതിനുവേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. മറ്റ് ധാരാളം വസ്തുക്കളും അതിനോടുള്ള ബന്ധത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ പുറമേ നിന്ന് നോക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഈ സമാഗമന കൂടാരത്തെ സംബന്ധിച്ച് കാണുമ്പോൾ അവനെ ആ സമാഗമന കൂടാരത്തിലേക്ക് ആകർഷിക്കത്തക്ക നിലയിൽ യാതൊരു മനോഹാരിതയും അതിനില്ല. മാത്രമല്ല, അത് കേവലം ഒരു വലിയ തോൽ കൊണ്ടുണ്ടാക്കിയ വലിയ ഒരു മാറ്റ് കൊണ്ട് കവർ ചെയ്തിരിക്കുന്ന ഒന്നാണ്. നിങ്ങളതിൻ്റെ പിക്ചറുകളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. അതിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഒരു സൗന്ദര്യം കാണുവാനായിട്ട് കഴിയുന്നില്ല. പിന്നെ എന്താ കോരഹുപുത്രന്മാർ പറഞ്ഞത്? കോരഹുപുത്രന്മാർ പറയുക, സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം. എന്താ പറഞ്ഞതിൻ്റെ ആശയം? ഞാനത് മനസ്സിലാക്കാൻ ഒന്നുകൂടെ പറയാം. പിന്നീട് താഴേക്ക് വരുമ്പോൾ അവർ പറയുന്നൊരു വാക്കുണ്ട്: നിൻ്റെ ആലയത്തിൻ്റെ വാതിൽ കാവൽക്കാരായിരിക്കുന്നത് എനിക്കേറെ ഇഷ്ടം. പിന്നെ അവർ പറയുന്ന ഒരു വാക്കുണ്ട്: നിൻ്റെ പ്രാകാരത്തിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ. എന്താ അങ്ങനെയും പറയുന്നതിൻ്റെ കാരണം? ഈ പ്രാകാരത്തിന് എന്തെങ്കിലും സൗന്ദര്യമുണ്ടോ? പ്രാകാരത്തിന് യാതൊരു സൗന്ദര്യവുമില്ല. ഈ പ്രാകാരത്തിലാണ് യാഗപീഠം ഇരിക്കുന്നത്. ഈ പ്രാകാരത്തിലാണ് മൃഗങ്ങളെ അറുക്കുന്നത്. ഈ പ്രാകാരത്തിലാണ് ആ പച്ച മാംസം വെന്തെരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ മുഴുവൻ ദുർഗന്ധമാണ് ഉള്ളത്. അങ്ങനെയുള്ള ഈ സാഹചര്യത്തിലും ഇവർ പറയുകയാണ്, ആ പ്രാകാരത്തിൽ ഞങ്ങൾക്ക് നിൽക്കുന്നതാണ് ഞങ്ങൾക്കേറെ ഇഷ്ടം. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? എന്താ അവിടെ പറഞ്ഞിരിക്കുന്ന സൗന്ദര്യത്തിൻ്റെ ആശയം? പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ ഇങ്ങനെ പറയട്ടെ, സമാഗമന കൂടാരത്തെ നോക്കുമ്പോഴും അതിൻ്റെ അകത്തേക്ക് ചെല്ലുമ്പോഴും ആ പ്രാകാരത്തിന് മുമ്പിൽ എത്തി നിൽക്കുമ്പോഴും അതിനെ ഇത്രത്തോളം കോരഹുപുത്രന്മാർ കാക്ഷിച്ചിട്ട് അതിനൊരു മനോഹാരിതയുണ്ടെന്ന് പറയുന്നത് അത് ബാഹ്യമായതല്ല. അതിൻ്റെ അകത്ത് അന്തർലീനമായിരിക്കുന്ന ആത്മീക ചൈതന്യവും അതിൻ്റെ ആന്തരികമായിരിക്കുന്ന സൗന്ദര്യവും ദർശിച്ചിട്ടാണ് കോരഹുപുത്രന്മാർ പറയുന്നത് അതെത്ര മനോഹരമായിട്ട് ഇരിക്കുന്നു. ഞാൻ പറഞ്ഞത് ആശയം മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. ഇതുപോലെ മറ്റൊരു പ്രയോഗം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. 96-ാം സങ്കീർത്തനത്തിൻ്റെ 6-ാം വാക്യത്തിൽ. അവിടെ നാം വായിക്കുന്നത് സങ്കീർത്തനക്കാരൻ്റെ വാക്ക് ഇങ്ങനെയാണല്ലോ: ബലവും ശോഭയും നിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ ഉണ്ട് എന്ന് നാം വായിക്കുന്നു. അവിടെയും ഒരു സൗന്ദര്യത്തെക്കുറിച്ച് പറയുക, ബലവും ശോഭയും നിൻ്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്. ദാവീദ് പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, 27-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യം. ആ വാക്യത്തിൽ നാം വായിക്കുന്നത് ദാവീദ് പറയുന്നത് എങ്ങനെയാ? നിൻ്റെ മനോഹരത്വം കാൺമാൻ, നിൻ്റെ ആലയത്തിൽ ചെല്ലാൻ. ആ ആഗ്രഹം ദാവീദ് ഇവിടെ പറയുകയാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, അതെനിക്ക് നിൻ്റെ മനോഹരത്വം കാണണം. ഐ വാണ്ട് ടു സീ യുവർ ഗ്ലോറി. നിൻ്റെ മഹത്വം, നിൻ്റെ ബ്യൂട്ടി, അതെനിക്കൊന്ന് കാണണം. ഞാൻ ചോദിക്കട്ടെ, നിൻ്റെ മനോഹരത്വം കാണണമെന്ന് ദാവീദ് ആഗ്രഹിക്കുക. ആരോടാ പറയുന്നത്? ദൈവമേ, എനിക്ക് നിൻ്റെ മനോഹരത്വം കാണണം, എനിക്ക് നിൻ്റെ ആ മഹത്വം, നിൻ്റെ ബ്യൂട്ടി എനിക്കൊന്നും അറിയണം, അതൊന്ന് കാണണം. അതിനുവേണ്ടി താൻ പറയുന്നത് എനിക്ക് നിൻ്റെ ആലയത്തിലേക്കൊന്ന് വരണം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സൗന്ദര്യത്തെ കൊതിച്ചിരുന്ന ദാവീദ് പറയുകയാണ്, എനിക്കത് കാണാനൊരു വഴിയേ ഉള്ളൂ.
ആ വഴി എന്ന് പറയുന്നത് നിൻ്റെ ആലയത്തിലേക്ക് വരിക. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ ജനമേ, ദൈവത്തിൻ്റെ മന്ദിരത്തിനകത്ത് ഒരു സൗന്ദര്യം ഇവരെല്ലാവരും ദർശിക്കുകയുണ്ടായി. ആ സൗന്ദര്യം ആന്തരികമായ സൗന്ദര്യമാണ്. ആർക്കും ഒറ്റ നോട്ടത്തിൽ കണ്ട് കണ്ണാകർഷിച്ച് അവിടേക്ക് ചെല്ലുവാൻ കഴിയുന്ന തരത്തിലുള്ള ബാഹ്യമായ ഒരു സൗന്ദര്യമല്ല. വർണ്ണശബളമായിരിക്കുന്ന ഏതെങ്കിലും ബൾബുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന ഒരു സൗന്ദര്യമല്ല അവിടെ പറഞ്ഞിരിക്കുന്ന സൗന്ദര്യം. മറിച്ച് അവർ കണ്ടിരുന്ന, അവർ ആത്മീകമായി കണ്ടിരുന്ന, ആന്തരികമായി തിരിച്ചറിഞ്ഞിരുന്ന ഒരു വലിയ സൗന്ദര്യം, ആന്തരിക സൗന്ദര്യം സമാഗമന കൂടാരത്തിനും വിശുദ്ധ മന്ദിരത്തിനും ഉണ്ടായിരുന്നു. ഞാൻ ഈ ആശയത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ വിഷയത്തിലേക്ക് ഒന്ന് വരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എന്നാൽ അത് മനസ്സിലാക്കാനായിട്ട് ഒരു ദൃഷ്ടാന്തം കൂടി ഞാൻ പുതിയ നിയമത്തിൽ നിന്ന് ചൂണ്ടിക്കാണിക്കാം. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ പത്രോസ് അപ്പോസ്തലൻ സഹോദരിമാരോടുള്ള ബന്ധത്തിൽ പറയുന്ന ഒരു വാക്കുണ്ട്. അതിൽ ആ ആശയം വളരെ വ്യക്തമായിട്ട് പ്രകടമായിട്ടുണ്ട്. വ്യക്തിപരമായ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ചേർത്ത് നിർത്തുവാൻ കഴിയുന്ന ഒരാശയമാണ് പത്രോസ് പങ്കുവച്ചത്. അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ അലങ്കാരം പുറമേ ഉള്ളത് അല്ല. അത് സഹോദരിമാരോടുള്ള ബന്ധത്തിൽ പറയുന്ന ഒരു പ്രയോഗമാണ്. എങ്കിലും ഞാൻ മനസ്സിലാക്കാനായിട്ട് പറയുകയാണ്, നിങ്ങളുടെ ബ്യൂട്ടി എന്ന് പറയുന്നത് പുറമേയുള്ളതല്ല. ഇനി ചിന്തിച്ച് നോക്കിക്കേ, ഇന്ന് ലോകത്തിൻ്റെ കോൺസെപ്റ്റിൽ ആളുകൾ മുഴുവൻ മനസ്സിലാക്കിയിരിക്കുന്ന സൗന്ദര്യം എന്ന് പറയുന്നത് അത് പുറമേയുള്ളതാണ്. ഒരു മനുഷ്യൻ തൻ്റെ കണ്ണിനെ നോക്കുമ്പോൾ കാണുന്നത് ഒരു മനുഷ്യൻ്റെ കണ്ണിനെ ആകർഷിക്കപ്പെടുന്നതാണെങ്കിൽ നാം പറയും വളരെ സൗന്ദര്യമുണ്ട് എന്ന് പറയാറുണ്ട്. എന്നാൽ സ്വർഗത്തിലെ ദൈവം ആ സൗന്ദര്യത്തെ അല്ല ഇവിടെ എല്ലാം ചൂണ്ടിക്കാണിക്കുന്നത്. സ്വർഗത്തിലെ ദൈവം അങ്ങനെയൊരു സൗന്ദര്യമല്ല ആഗ്രഹിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ നാം ഉൾപ്പെട്ട് നിൽക്കുന്ന പ്രാദേശിക സഭകൾക്കും ദൈവത്തിൻ്റെ ജനത്തിനും ഒരു സൗന്ദര്യമുണ്ട്. ആ സൗന്ദര്യം തിരിച്ചറിയണം. അത് ബാഹ്യമായ സൗന്ദര്യമല്ല. സഹോദരിമാരോട് ഓർപ്പിച്ചതുപോലെ പുറമേയുള്ളതല്ല, അത് ആന്തരികമായിരിക്കുന്ന സൗന്ദര്യമാണ്. അത്രയും പറഞ്ഞ് ഞാൻ ആമുഖം ഭാഗം അവസാനിപ്പിക്കട്ടെ. ഇനിയും ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ നാം സഭയോടുള്ള ആശയമാണല്ലോ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ നാം പഠിക്കുമ്പോൾ പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 41-ാം വാക്യത്തിൽ ദൈവസഭയുടെ അടിസ്ഥാനപരമായിരിക്കുന്ന 7 പില്ലറുകളെക്കുറിച്ച് വായിക്കുന്നുണ്ട്. 7 പില്ലേഴ്സ് ഓഫ് ദി ചർച്ച് എന്ന് നമ്മൾ പലപ്പോഴും വിശേഷിപ്പിക്കാറുണ്ട്. ദൈവസഭയുടെ അടിസ്ഥാനപരമായ തൂണുകൾ എന്നാണല്ലോ നാം അതിനെ വിളിക്കുന്നത്. ഒരു പക്ഷേങ്കിൽ ഈ 7 തൂണുകളും വിസിബിളാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്, കാണുവാൻ കഴിയുന്നതാണ്. കാരണം ഒരുവൻ രക്ഷിക്കപ്പെടുന്നത് അത് ലോകത്തിന് തിരിച്ചറിയുവാൻ കഴിയുന്നതാണ്. ഒരുവൻ സ്നാനപ്പെടുന്നത് ലോകത്തിന് തിരിച്ചറിയാൻ കഴിയുന്നതാണ്. ഒരുവൻ്റെ ജീവിതത്തിൻ്റെ വേർപാട് അത് തിരിച്ചറിയാൻ കഴിയുന്നതാണ്. അവൻ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഉപദേശം കേൾക്കുന്നതും കേട്ടനുസരിക്കുന്നതും ലോകത്തിന് തിരിച്ചറിയുവാൻ കഴിയുന്നതാണ്. അവൻ ആചരിച്ചു പോകുന്ന കൂട്ടായ്മ ബന്ധം അത് തിരിച്ചറിയുവാൻ കഴിയുന്നതാണ്. അവൻ കർത്താവിൻ്റെ മേശയിൽ നിന്ന് പങ്കെടുക്കുന്നത് തിരിച്ചറിയാൻ കഴിയുന്നതാണ്. അവൻ പ്രാർത്ഥിക്കുന്നത്, അവൻ്റെ പ്രാർത്ഥനാ ജീവിതം തിരിച്ചറിയാനായിട്ട് കഴിയാൻ സാധ്യതയുള്ള 7 വിഷയങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് അതിനെ 7 പില്ലേഴ്സ് ഓഫ് ദി ചർച്ച് എന്ന് വിളിക്കുന്നത്, അടിസ്ഥാനപരമായ തൂണുകൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. വളരെ പരിചയമുള്ള വിഷയമാണ്. പലപ്പോഴും സഭ എന്നുള്ള വിഷയത്തിൽ നാം ചിന്തിക്കുന്ന അടിസ്ഥാനപരമായ ഉപദേശ സത്യമാണ് ഈ 7 കൂട്ടം കാര്യങ്ങൾ. ഞാൻ അവിടേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഞാൻ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം, ഇനി വിസിബിൾ അല്ലാത്ത 7 കൂട്ടം കാര്യങ്ങളാണ് ദൈവസഭയുടെ ആന്തരിക സൗന്ദര്യത്തിന് കാരണമായിട്ട് നിൽക്കുന്നത്. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു, വിസിബിൾ അല്ല 7 കൂട്ടം കാര്യങ്ങൾ നാം ചിന്തിക്കാൻ പോവുക. അല്പം കൂടി ഒന്ന് പറഞ്ഞാൽ അതൊന്ന് വരച്ച് കാണിക്കാനൊന്നും കഴിയുന്നില്ലല്ലോ. 7 പില്ലറുകളാൽ ദൈവസഭയുടെ അടിസ്ഥാനപരമായ മുന്നേറ്റം നടക്കുകയാണ്. ഒരു സഭാ ബന്ധം ആരംഭിക്കുമ്പോൾ തന്നെ അവൻ്റെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആരംഭത്തിങ്കൽ തന്നെ 7 അടിസ്ഥാനപരമായ തൂണുകളാലാണ് ദൈവസഭയുടെ മുന്നോട്ടുള്ള പോക്ക്. നാം പ്രവൃത്തികളുടെ പുസ്തകം 2:41 അതാണ് കാണുവാനായിട്ട് ഇടയായിട്ട് തീർന്നത്. എന്നാൽ ഇനി നാം ചിന്തിക്കുന്ന ദൈവസഭയ്ക്ക് സൗന്ദര്യം നൽകുന്ന 7 കൂട്ടം കാര്യങ്ങൾ നാം ചിന്തിക്കുമ്പോൾ ആ 7 കൂട്ടം കാര്യങ്ങൾ ഈ 7 പില്ലറിനെ ചേർത്ത് ബന്ധിപ്പിക്കുന്ന വിഷയങ്ങളാണ്. ഒരു പില്ലർ അത് നേരെ
മുകളിലേക്ക് പോയാൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമുണ്ട് എന്ന് തോന്നുന്നില്ല. എന്നാൽ ആ പില്ലറിലേക്ക് സൈഡിൽ നിന്നും പില്ലറുകൾ വന്ന് മുട്ടുമ്പോൾ ആ കോൺക്രീറ്റ് പാളികൾ കൊണ്ട് ഒരു രൂപം, അതിനൊരു ഷേപ്പ് ഉണ്ടാക്കിയെടുക്കുവാൻ നമുക്ക് കഴിയുമല്ലോ. ഞാനിങ്ങനെ പറയട്ടെ, വാസ്തവത്തിൽ ദൈവത്തിൻ്റെ സഭ അത് സൗന്ദര്യമുള്ളതാണ്. അതിന് സൗന്ദര്യം ലഭിക്കണമെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന വിസിബിളായിരിക്കുന്ന ഈ പില്ലേഴ്സിനോട് ചേർന്ന് നിന്ന് വിസിബിൾ അല്ലാത്ത 7 കൂട്ടം കാര്യങ്ങൾ ചേർത്ത് ബന്ധിക്കാൻ പോവുകയാണ്. അതാണ് ദൈവസഭയ്ക്ക് സൗന്ദര്യം നൽകുന്ന വിഷയം എന്ന് പറയുന്നത്. ഞാൻ ഓർപ്പിച്ചതുപോലെ നാം ഈ വിഷയത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉള്ള ചിന്തയിൽ ഈ ദൈവസഭയുടെ സൗന്ദര്യം എന്ന ആശയം ചിന്തിക്കുമ്പോൾ ഞാനിങ്ങനെ പറയട്ടെ, മുൻവിധികളെ നമുക്ക് മാറ്റി നിർത്താം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ഇടപെടുന്ന പക്ഷം ആ സൗന്ദര്യം ഞാൻ മുഖാന്തരം നഷ്ടമാക്കി കളയാതിരിക്കുവാൻ, വ്യക്തിപരമായ ജീവിതത്തെ ക്രമീകരിക്കുവാൻ ഈ ക്ലാസ്സുകളിൽ ദൈവം നമുക്ക് കൃപ നൽകി സഹായിക്കുമാറാകട്ടെ. ഞാൻ ഓർപ്പിച്ചതുപോലെ കുടുംബ ജീവിതവുമായിട്ട് ചേർത്ത് നിർത്തിക്കൊണ്ടാണ് ഞാൻ ഈ വിഷയം പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദൈവസഭയുടെ അടിസ്ഥാനപരമായ ഈ സൗന്ദര്യം എന്നുള്ള ആ ആന്തരിക വിഷയത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ കുടുംബജീവിതത്തിലും ഇത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന വിഷയമാണ്. എന്താണ് ഒരു കുടുംബത്തിൻ്റെ നിലനിൽപ്പ് എന്ന് ചോദിച്ചാൽ, ആ കുടുംബത്തിൻ്റെ നിലനിൽപ്പ് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന വിഷയം, എല്ലാ വിഷയങ്ങളും 7 അതിപ്രധാനപ്പെട്ട വിഷയങ്ങളാണെങ്കിലും അതിൽ ഞാൻ ചിന്തിക്കാൻ പോകുന്ന വിഷയങ്ങളിൽ 1, 2, 3 എന്ന് ചിന്തിക്കുമ്പോൾ ഗൗരവം കുറഞ്ഞു പോവുകയല്ല, മറിച്ച് ഇത് 7 ഒരുപോലെ നിൽക്കുന്ന വിഷയങ്ങളാണ്. എന്നാൽ നമ്മുടെ ചിന്തയ്ക്ക് ഏറ്റവും പ്രയോജനകരമായ നിലയിൽ ഒന്നാമത് ചിന്തിക്കുന്ന വിഷയം കുടുംബജീവിതത്തിൻ്റെ നിലനിൽപ്പിനും കാരണമായിരിക്കുന്ന ഒരു വിഷയമാണ്. ആ വിഷയമെന്ന് പറയുന്നത് എഫേസ്യ ലേഖനം 5-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്ന ഭാഗമാണ്. അവിടേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. സഭയുടെ ആന്തരിക സൗന്ദര്യത്തിന്, ദൈവസഭയുടെ സൗന്ദര്യത്തിന് നിദാനമായിരിക്കുന്ന ഒന്നാമത്തെ വിഷയം കുടുംബജീവിതത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ചിന്തിക്കാം. 25-ാമത്തെ വാക്യം, ഭർത്താക്കന്മാരെ, ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. ഇവിടെ ഒന്നാമത് സഭയുടെ സൗന്ദര്യം എന്ന വിഷയം അതിലേക്ക് നാം വരികയാണ്. എന്നാൽ ഞാനിങ്ങനെ പറയട്ടെ, കുടുംബ ജീവിതത്തോടുള്ള ബന്ധത്തിൽ അതിപ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് പൗലോസ് ചൂണ്ടിക്കാണിക്കുകയാണ്, നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന ഒന്നാണ് കുടുംബ ജീവിതം എന്ന് പറയുന്നത്. സ്നേഹത്തെ സംബന്ധിച്ച് കൊരിന്ത്യ ലേഖനത്തിൽ നാം വായിക്കുമ്പോൾ പൗലോസ് പറയുന്ന ഒരു വാക്ക് ഇങ്ങനെയാണ്, സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ വിഷയത്തിലേക്ക് നമുക്ക് പോകാൻ സമയമില്ല. എന്നാൽ ഇങ്ങനെ പറയാം, സ്നേഹത്തിൽ അധിഷ്ഠിതമാണ് കുടുംബ ജീവിതം. അത് കുടുംബത്തിലുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ, ഭാര്യയ്ക്കും ഭർത്താവിനും മനസ്സിലാക്കി കൊടുക്കുവാനും 25-ാം വാക്യത്തിൽ പൗലോസ് ഉപയോഗിച്ച പ്രയോഗം ശ്രദ്ധിച്ചാൽ, ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ കുടുംബജീവിതത്തിൽ സ്നേഹത്തിന് വളരെ പ്രാധാന്യം ഉണ്ട്. സ്നേഹത്തിൽ കുറവ് എവിടെയാണോ കുടുംബജീവിതത്തിൽ സംഭവിക്കുന്നത്, ആ കുടുംബജീവിതത്തിൽ ചില അരക്ഷിതാവസ്ഥ നേരിടും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഭാര്യാഭർത്തൃബന്ധത്തിനകത്ത് സ്നേഹത്തിന് വിള്ളൽ വീണാൽ അവർ തമ്മിലുള്ള സ്നേഹം ലോകത്തിന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്ന ഒന്നാണ്. ഞാൻ ഓർപ്പിക്കട്ടെ, ആന്തരികമായ സൗന്ദര്യമാണ് എന്ന് വരികിലും അത് ബാഹ്യമായി പ്രകടമാകുന്നതാണ് എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം ഇതാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ പരസ്പരം സ്നേഹിച്ച് ജീവിക്കേണ്ടവരാണ്. എന്നാൽ അവരുടെ സ്നേഹത്തിൽ ഒരു അല്പം വിടവ് വന്നു എന്ന് വിചാരിക്കുക. അവർ തമ്മിൽ ഒരല്പം അസ്വസ്ഥങ്ങൾ നേരിട്ടു, അല്പം പ്രയാസങ്ങൾ നേരിട്ടു. ആ കുടുംബജീവിതത്തിൽ അവർ തമ്മിലുള്ള സ്നേഹത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തകർച്ച നേരിട്ട് കഴിയുമ്പോൾ ആ കുടുംബജീവിതത്തിൽ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാവുകയും ആ അരക്ഷിതാവസ്ഥ ക്രമേണ മറ്റുള്ളവർ അറിയുന്നതിന് കാരണമായി തീരുകയും ചെയ്യും. അത് ആരും പറയണമെന്നില്ല, മറിച്ച് അവരുടെ ജീവിതചര്യകൾ കൊണ്ട് ആളുകൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്ന ഒരു കാര്യമാണ്. ഞാൻ ഓർപ്പിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ഈ വസ്തുത നമുക്ക് നിരാകരിക്കുവാൻ കഴിയുന്നതല്ല. കുടുംബജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായിരിക്കുന്ന ആശയവും കുടുംബജീവിതത്തിൻ്റെ ഉറപ്പും കുടുംബജീവിതത്തിൻ്റെ സൗന്ദര്യവും നിലനിൽക്കുന്നത്
ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള അഭേദ്യമായിരിക്കുന്ന സ്നേഹബന്ധമാണ്. ആ സ്നേഹബന്ധത്തിന് ഉലച്ചിൽ സംഭവിച്ചാൽ 100% ആ കുടുംബജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന പരാജയം മറ്റുള്ളവർക്ക് വെളിപ്പെടത്തക്ക നിലയിലായിട്ട് മാറും. ഇനി ആ വിഷയം അങ്ങനെ നിൽക്കട്ടെ, പിന്നാലെ ഞാൻ ചിന്തിക്കാം. എന്നാൽ ഇതേ വിഷയത്തെ ദൈവസഭയോടുള്ള ബന്ധത്തിൽ നമുക്കൊന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ദൈവസഭയുടെ അടിസ്ഥാനപരമായിരിക്കുന്ന ഈ സൗന്ദര്യത്തിൻ്റെ 7 കൂട്ടുകൾ നാം ചിന്തിക്കുമ്പോൾ അതിലൊന്നാമത് നാം ചിന്തിക്കുന്ന വിഷയവും ഈ ദൈവസഭയ്ക്കകത്തു വേണ്ടിയ സ്നേഹം എന്നുള്ള വിഷയമാണ്. ഞാൻ ഓർപ്പിച്ചല്ലോ, ദൈവസഭ അത് സൗന്ദര്യത്തിൽ മുമ്പോട്ട് പോകേണ്ട സഭയാണ്. അതിന് അതിൻ്റേതായിരിക്കുന്ന ഒരു സൗന്ദര്യമുണ്ട്. എന്നാൽ ആ സൗന്ദര്യം ആന്തരികമാണ്. അത് പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാകത്തില്ല. എന്നാൽ ആന്തരികമായ ഈ സൗന്ദര്യം ബാഹ്യമായിട്ട് തിരിച്ചറിയുവാൻ ഇടയായിട്ട് തീരും. എപ്പോഴാണ് തിരിച്ചറിയുന്നത്? നാം പരസ്പരം സ്നേഹിക്കുമ്പോൾ ആ സ്നേഹം ലോകത്തിന് വെളിപ്പെടും. നാം സ്നേഹിക്കാതിരിക്കുമ്പോഴും ആ സ്നേഹമില്ലായ്മ ലോകത്തിന് വെളിപ്പെടും. ഞാൻ പലപ്പോഴും അഭിമാനിക്കുന്ന ഒരു വിഷയമാണല്ലോ, നാം ഒക്കെയും ബ്രദറുകാരാണ്, വേർപാടുകാരാണ് എന്നുള്ളത് കൊണ്ട്. നമുക്ക് ഏവർക്കും അറിയാം അതിൻ്റെ പിന്നിലുള്ള പശ്ചാത്തലവും നമുക്ക് ആ പേരുകൾ ലഭ്യമായ സാഹചര്യവും. ദൈവജനം ദൈവത്തിൻ്റെ വചനം പഠിക്കുവാൻ ഒരുമിച്ച് കൂടി വന്നിരുന്ന സമയത്ത് അവർ പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്ത വിശേഷ്യ എസ്കറ്റോളജിക്കലായിരിക്കുന്ന വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ അവരുടെ പഠനം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ ആ പഠനത്തിന് ക്ലാസ്സുകളൊക്കെ തീരുമ്പോൾ വീണ്ടും സംശയങ്ങൾ ആവർത്തിക്കുകയും അവർ പിന്നെയും പഠിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന് ഒടുവിൽ ഇവർ പിരിയാൻ സമയമാകുമ്പോൾ പിരിയാതിരിക്കുകയാണ്. ഇനി അവസാനം സംസാരിച്ചവർ റൂമിന് വെളിയിലേക്ക് ഇറങ്ങി വെളിയിൽ നിന്ന് സംസാരിക്കുക. അങ്ങനെ വീണ്ടും സംസാരിച്ച് രാത്രിയാകുമ്പോഴും പിരിയാൻ മനസ്സില്ലാത്തവരായി സ്നേഹത്തോടെ സംസാരിച്ച് ഏറ്റവും ഒടുവിൽ പോകുമ്പോൾ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് പിരിഞ്ഞു പോകുന്ന കാഴ്ച പലപ്പോഴും ജനം നോക്കിക്കൊണ്ടിരുന്നിട്ട് ആ ലോകം വിളിച്ച ഒരു പേരാണ് ലുക്ക് അറ്റ് ദം, ദേ ആർ ദ ബ്രദറൻ. അവരാണ് യഥാർത്ഥത്തിൽ സഹോദരങ്ങൾ. ആ പേര് നാമും ഇന്ന് അഭിമാനത്തോടെ കൊള്ളുന്നുണ്ട്. എന്താ കാരണം? അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആ സ്നേഹം ഇതാ ലോകത്തിലേക്ക് വ്യാപരിച്ചു, എല്ലാവർക്കും മനസ്സിലാക്കുവാൻ ഇടയായിട്ട് തീർന്നു. ഞാൻ ഇങ്ങനെ പറയട്ടെ, പൗലോസ് എഫേസ്യ ലേഖനത്തിലൂടെ പറയുവാൻ ഉദ്ദേശിച്ച വിഷയം ദൈവസഭയോടുള്ള ബന്ധത്തിലുള്ള വലിയ ഒരു സത്യമുണ്ട്. എന്നാൽ എഫേസ്യ ലേഖനത്തിന് വിളിച്ചിരിക്കുന്ന മറ്റൊരു പേര് എന്ന് പറയുന്നത് ഇത് സ്നേഹത്തിൻ്റെ പുസ്തകം എന്നുള്ള നിലയിലാണ്, സ്നേഹത്തിൻ്റെ ലേഖനം. അതിന് കാരണം ഏറ്റവും അധികം സ്നേഹം എന്നുള്ള വിഷയം കൈകാര്യം ചെയ്തിരിക്കുന്ന ഒരു പുസ്തകമാണ് എഫേസ്യ ലേഖനം. കൊരിന്ത്യർ ലേഖനത്തിൽ നാം സ്നേഹത്തെക്കുറിച്ച് തന്നെ ഒരു അധ്യായം, സ്നേഹത്തിൻ്റെ അധ്യായം എന്ന നിലയിൽ ചിന്തിക്കാറുണ്ട്. എന്നാൽ ഒരു പുസ്തകത്തെ എടുത്തു മാറ്റിയാൽ ഈ എഫേസ്യ ലേഖനം സ്നേഹത്തെ സംബന്ധിച്ച് വളരെ ആത്മീക സത്യങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരു ലേഖനമാണ്. ഈ ലേഖനത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു വരുമ്പോൾ പൗലോസ് ഈ സ്നേഹത്തിൻ്റെ വലിപ്പം പറഞ്ഞുകൊണ്ടാണ് ഈ സ്നേഹത്തെക്കുറിച്ച് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നാം സാധാരണ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം വായിച്ച് ധ്യാനിക്കാറുള്ള ഒരു ഭാഗമാണല്ലോ എഫേസ്യ ലേഖനം 2-ാം അധ്യായം. അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ പൗലോസ് ആ സ്നേഹത്തിൻ്റെ വലിപ്പം പറഞ്ഞുകൊണ്ടാണ് ഈ പുസ്തകത്തിലൂടെ സ്നേഹത്തെ വെളിപ്പെടുത്തുന്നത്. അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇറ്റ്സ് എ ഗ്രേറ്റ് ലവ്. ഒരു വലിയ സ്നേഹത്താൽ, മഹാസ്നേഹത്താൽ, ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട ഒരു കൂട്ടം ആളുകൾ എന്നാണ് പൗലോസ് വിശേഷിപ്പിച്ചത്. ആ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് പൗലോസ് ആരംഭിക്കുന്നത്. ഇനി അതുമാത്രമല്ല, പൗലോസ് ഇത് പറഞ്ഞു തുടങ്ങുമ്പോൾ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിലാണ്. അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണല്ലോ: നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തൻ്റെ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി, അടുത്ത വാക്ക്, സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തുവല്ലോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്നേഹത്താൽ നമ്മെ മുൻ നിയമിച്ച്, ദൈവത്തിൻ്റെ മഹാസ്നേഹത്താൽ ദൈവം നമ്മെ വീണ്ടെടുത്ത്, പിന്നീട് 1-ാം അധ്യായത്തിൽ പറയുന്ന പോലെ ദത്തെടുത്ത്, തിരഞ്ഞെടുത്ത്, വാഗ്ദത്തത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്ന് മുദ്രയിട്ട് നമ്മുടെ ജീവിതത്തെ ഇത്രത്തോളം നിലനിർത്തിയിരിക്കുന്നതിൻ്റെ ഒറ്റ കാര്യമുള്ളൂ, അതിൻ്റെ പിന്നിൽ വ്യാപരിച്ചത് ദൈവത്തിൻ്റെ മഹാസ്നേഹമാണ്. ഇന്ന് രാത്രിയിൽ ദൈവമക്കളോട് പറയട്ടെ, ഈ സ്നേഹം നമ്മുടെ കർത്താവിൻ്റെ വരവ് വരെയും
കുറവില്ലാതെ മുമ്പോട്ട് കൊണ്ടുപോകണം. ഇതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന വിഷയം. മാത്രമല്ല, ദൈവസഭയിൽ കാണുവാൻ ദൈവം ആഗ്രഹിക്കുന്ന വിഷയം. ഈ അന്ത്യകാലത്ത് നാം ഏവരും അറിയുന്നത് പോലെ ദൈവസഭകളിൽ ഏറ്റവും കുറഞ്ഞു വന്നിരിക്കുന്ന ഒരു വിഷയമാണ് സ്നേഹത്തിൻ്റെ കുറവ് എന്ന് പറയുന്നത്. ഈ കുറവ് ദൈവസഭകളിൽ വ്യാപരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പറയാം, ദൈവസഭയുടെ സൗന്ദര്യം ചോർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ദൈവസഭകൾ ഭൗതികമായിട്ട് വളർന്നു, കെട്ടിട സമുച്ചയങ്ങൾ പണിതു, കാഴ്ചയ്ക്ക് നല്ല ഭംഗിയുണ്ടായി, എല്ലാവിധത്തിലുള്ള ശുശ്രൂഷകളും നടക്കുന്നു, കൺവെൻഷനുകൾ നടക്കുന്നു, എല്ലാ കാര്യങ്ങളും കൃത്യവും ക്രമവുമായിട്ട് ഒരുപക്ഷെ മുന്നോട്ട് പോകുന്നുണ്ടാകാം. പക്ഷേ പറയട്ടെ, അതല്ല അടിസ്ഥാനപരമായ സൗന്ദര്യം എന്ന് പറയുന്നത്. അത് നടക്കുന്നത് കൊണ്ടല്ല ദൈവസഭയുടെ സൗന്ദര്യം നിലനിൽക്കുന്നത്. മറിച്ച് ദൈവസഭയുടെ സൗന്ദര്യം നിലനിൽപ്പ് എന്ന് പറയുന്നത് ദൈവജനത്തിൻ്റെ ഇടയിൽ ആ സഭയിൽ കാണപ്പെടേണ്ട സ്നേഹം എന്ന വിഷയമാണ്. ഞാൻ ഓർപ്പിച്ചതുപോലെ ഈ എഫേസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ 5 കൂട്ടം കാര്യങ്ങൾ പൗലോസ് അപ്പോസ്തലൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തിനു വേണ്ടി? സ്നേഹത്തിൽ തന്നെ ദൈവസഭ മുന്നോട്ട് പോകുവാനായിട്ട്, അതിൻ്റെ ആശയത്തിൻ്റെ ആ വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് പൗലോസ് അത് ഓർപ്പിക്കുന്നുണ്ട്. ഞാൻ ആ വിഷയത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാം. എന്നാൽ ഒരു കാര്യം കൂടി ഞാൻ ഒന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോകട്ടെ. നമ്മുടെ കർത്താവ് നമ്മയെല്ലാം സ്നേഹിച്ചത് ആ സ്നേഹത്താലാണ്. എന്നാൽ ആ സ്നേഹത്തെ സംബന്ധിച്ച് കർത്താവിൻ്റെ അരുമ ശിഷ്യനായിരുന്ന, കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ പ്രധാനിയായിരുന്ന പത്രോസോട് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് പത്രോസ് പോയി തൻ്റെ പഴയ ജോലിയിലേക്കൊക്കെ പ്രവേശിക്കുന്ന ഒരു ചരിത്ര പശ്ചാത്തലം യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് ഇടയാകുന്നുണ്ടല്ലോ. ആ 21-ാം അധ്യായത്തിൽ കർത്താവ് പത്രോസിൻ്റെ അടുക്കിലേക്ക് ചെല്ലുകയും അവന് വേണ്ടുന്ന ഭക്ഷണം നൽകുകയും ഒക്കെ ചെയ്തതിന് ശേഷം അവനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഡു യു ലവ് മീ? നീ എന്നെ ഇവരിലധികമായി സ്നേഹിക്കുന്നുണ്ടോ? ആ ചോദ്യത്തിന് പത്രോസ് പറയുന്നൊരു വാക്കുണ്ട്, ഉവ്. വീണ്ടും അത് ആവർത്തിക്കുന്നു, അത് 3 പ്രാവശ്യം ആവർത്തിക്കുക. എന്നാൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, പത്രോസ് പറയുകയാണ്, കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അത് ആ ചോദ്യത്തിന് മുമ്പാകെ ഡയറക്റ്റ് ആൻസറാണ് പത്രോസ് പറഞ്ഞത്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുള്ളത്. എൻ്റെ ആടുകളെ പാലിക്കാൻ പറയുക, അതിന് അദ്ദേഹം തയ്യാറാണ്, ആടുകളെ പാലിക്കാനും തയ്യാറാണ്. പക്ഷേ 3-ാം തവണ പത്രോസ് പറയുന്നൊരു വാക്കുണ്ട്, കർത്താവേ, നീ സകലതും അറിയുന്നു. എന്താ പറയാൻ കാരണം? അവിടെ കർത്താവ് ചോദിക്കുമ്പോൾ പത്രോസ് സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോഴും ഒരു യഥാർത്ഥ സ്നേഹമില്ല. പിന്നാലെ ഞാനത് ചൂണ്ടിക്കാണിക്കാം മറ്റൊരു വിഷയത്തുള്ള ബന്ധത്തിൽ. യഥാർത്ഥമായിട്ടും ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിച്ചിട്ടല്ല പത്രോസ് പറയുന്നത് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന്. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ കർത്താവ് ആഗ്രഹിക്കുന്ന നിലയിലുള്ള സ്നേഹമില്ലാതെയും നമുക്ക് ആത്മീക ശുശ്രൂഷകൾ ചെയ്യാം. കർത്താവ് ആഗ്രഹിക്കുന്ന നിലയിലുള്ള സ്നേഹമില്ലാതെ, സൗന്ദര്യമില്ലാത്ത ഒരു ജീവിതം കൊണ്ട് നമുക്ക് ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പത്രോസ് ഇവിടെ ആടുകളെ പാലിക്കാൻ തയ്യാറാണ്, ഏത് കാര്യവും ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ കർത്താവ് ആഗ്രഹിച്ച ഒരു സ്നേഹം പത്രോസിൽ കാണുവാനായിട്ട് കഴിഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കിയിട്ട് നാം യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്ന ആ സ്നേഹത്തിലാണോ നാം നിലനിൽക്കുന്നത്? കുടുംബജീവിതത്തിൽ ആ ഭാര്യാഭർത്തൃ ബന്ധങ്ങൾക്ക് ഇടയിലുള്ള സ്നേഹം എത്രത്തോളം വലിപ്പമുള്ളതാണോ അതിനേക്കാൾ വലിപ്പമുള്ളതാണ് ദൈവസഭയിൽ ദൈവമക്കൾക്കിടയിൽ ഉണ്ടാകേണ്ട സ്നേഹം എന്ന് പറയുന്നത്. ആ സ്നേഹം ഉണ്ടാകുന്നില്ല എന്ന് വരുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എൻ്റെ കുറവ് സംഭവിക്കുന്നു എന്ന് മാത്രമല്ല, ദൈവസഭയ്ക്ക് സൗന്ദര്യത്തിൽ കുറവ് സംഭവിക്കുകയാണ്. അതിൻ്റെ സൗന്ദര്യം ക്ഷയിക്കുവാൻ ഇടയായിട്ട് തീരും. ഇവിടെ എഫേസ്യ ലേഖനത്തിൽ പൗലോസ് ഈ വിഷയം പറയുമ്പോൾ പൗലോസ് ചൂണ്ടിക്കാണിക്കുന്ന ചില കാര്യങ്ങൾ പെട്ടെന്ന് പറയുവാനായിട്ട് എൻ്റെ മുമ്പാകെ ഇനി സമയം അനുവദിക്കുന്നുള്ളല്ലോ. മുമ്പോട്ട് ഞാൻ പെട്ടെന്ന് പോകട്ടെ. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്ന വാക്ക് നമുക്ക് ആദ്യമായിട്ടൊന്ന് നോക്കാം. 3-ാം അധ്യായത്തിൽ 2 പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഒരു പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ പൗലോസ് പറയുന്നുണ്ട്. അതിൽ പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്. 17-ാമത്തെ വാക്യം, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണം എന്നും, അടുത്ത വാക്ക്, നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി എന്നാണ് നാം വായിക്കുന്നത്. അപ്പോൾ ഒന്നാമത് ദൈവസഭ സൗന്ദര്യമുള്ള സഭയായിട്ടിരിക്കണമെങ്കിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന വിഷയം ദൈവമക്കൾക്കിടയിൽ വ്യാപരിക്കേണ്ട സ്നേഹം എന്നുള്ളതാണ്.
ആ സ്നേഹത്തോടുള്ള ബന്ധത്തിൽ എഫേസ്യ ലേഖനത്തിൽ പൗലോസ് പറയുമ്പോൾ ഒന്നാമത് സ്നേഹത്തിൽ ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന കാര്യം പറയുകയാണ്, നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നണം. അത് പറയുമ്പോൾ ശ്രദ്ധിച്ചാലറിയാം, വേരൂന്നുക എന്ന് പറയുന്നത്, ആ റൂട്ട് ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അതൊരു വൃക്ഷത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇവിടെ സ്നേഹത്തിൽ വേരൂന്നുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നണം എന്ന് എഫെസോസിലെ വിശ്വാസികളോട് പറയുമ്പോൾ പൗലോസ് എന്താണ് ആഗ്രഹിച്ചത്? പൗലോസ് എഫെസോസിലെ വിശ്വാസികളെ ഒരു വൃക്ഷത്തോട് ഉപമിക്കുകയായിരുന്നു. നിങ്ങളൊരു വൃക്ഷമായിട്ട് നിൽക്കുന്നു എങ്കിൽ നിങ്ങളാകുന്ന വൃക്ഷത്തിൻ്റെ തായ്വേര് അത് ഏറ്റവും അടിയിലേക്ക് പോകണം, ഏറ്റവും താഴേക്ക് പോകണം. എന്തിനു വേണ്ടിയാണ്? ഈ വൃക്ഷത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി. ഇനി ഏത് തരത്തിലുള്ള വേരാണ് താഴേക്ക് പോകേണ്ടത്? നിങ്ങൾ താഴേക്ക് പോയി സ്നേഹമാകുന്ന വിളനിലത്തിലേക്ക് എത്തി സ്നേഹമാകുന്ന ഫലം പുറപ്പെടുവിക്കുന്നവരായിട്ട് തീരണം. അതാണ് പൗലോസ് ഇവിടെ ആഗ്രഹിച്ചത്. എഫെസോസിലെ വിശ്വാസികളോട് പൗലോസ് പറയുക, നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നുന്നവരായിട്ട് തീരണം. നമുക്കറിയാമല്ലോ, ദൈവത്തിൻ്റെ വചനം ദൈവജനത്തെയും വിശ്വാസികളെയും ഒക്കെ വൃക്ഷത്തോട് ഉപമിച്ചിട്ടുണ്ട്. 1-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത് നീതിമാനെ വൃക്ഷത്തോട് ഉപമിച്ചിട്ടുണ്ട്. അവൻ നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും എന്നാണല്ലോ നാം വായിക്കുന്നത്. ഇനി യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നാം വായിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. അത് യഹോവയിൽ ആശ്രയിക്കുന്ന ഒരു മനുഷ്യനെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ പറയുകയാണ്, അവനും ഒരു വൃക്ഷത്തോട് ഉപമിച്ചിട്ടാണ് അവിടെ പ്രവാചകൻ രേഖപ്പെടുത്തുന്നത്. അവനെ വൃക്ഷത്തോട് ഉപമിച്ചിട്ട് പറയുമ്പോൾ പറയുന്ന 1-2 ആശയങ്ങൾ പെട്ടെന്ന് ഞാനൊന്ന് പറഞ്ഞ് മുമ്പോട്ട് പോകട്ടെ. ഈ പഠനത്തോടുള്ള ബന്ധത്തിൽ പെട്ടെന്ന് ഒന്ന് പറയാം. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം ഇതാണ്. 17-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങളിലാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 8-ാം വാക്യത്തിൽ പറയുകയാണ്, അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിരിക്കുന്നതുമായ വൃക്ഷം പോലെ ഇരിക്കും. എന്നിട്ട് പറയുന്നു, ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കയില്ല, അതിൻ്റെ ഇല പച്ചയായിരിക്കും, വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ട് ഇരിക്കും. 3 കാര്യങ്ങൾ ഞാൻ അവിടെ നിന്ന് അടർത്തിയെടുത്ത് പറഞ്ഞ് പെട്ടെന്ന് മുമ്പോട്ട് പോകട്ടെ. 1, അവിടെ നാം വായിക്കുന്നത് ഉഷ്ണം തട്ടുമ്പോൾ പേടിക്കയില്ല. എന്താ പറഞ്ഞൊരു കാര്യം? ഈ വിഷയം ഈ വൃക്ഷത്തോടൊന്ന് നമുക്കൊന്ന് നമ്മെ ഒന്ന് ഉപമിച്ചിട്ട് ആ വൃക്ഷത്തിൻ്റെ ആശയം പൗലോസ് പറഞ്ഞത് ഇവിടെ നാം ഒന്ന് കൊണ്ടുവരിക. ഉഷ്ണം തട്ടുമ്പോൾ പേടിക്കയില്ല. പ്രതികൂലമായിരിക്കുന്ന ഒരു ചൂട് നേരിട്ടു എന്ന് വിചാരിക്കുക. നിലവിലുള്ള സുഗമമായ ജീവിതത്തിനിടയിൽ കുടുംബജീവിതത്തിലേക്ക് വരാം. ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ ഒരല്പം പ്രതികൂല ചൂട് നേരിട്ടു, അല്പം ഒരു അസ്വസ്ഥത നേരിട്ടു. ഞാൻ ചോദിക്കട്ടെ, ഇത് പരിഹരിക്കാനുള്ള മാർഗം എന്താ? ഇത് പരിഹരിക്കാനുള്ള മാർഗം എൻ്റെ തായ്വേര് അത് സ്നേഹത്തിൽ ഏറ്റവും വിളനിലത്തെത്തിയിരിക്കുന്നതാണ് എന്ന് വരികിൽ ഇത് പരിഹരിക്കാൻ ഈ സ്നേഹത്തിലൂടെ മാത്രമേ കഴിയുകയുള്ളൂ. അല്ലാത്ത പക്ഷം ഭാര്യാഭർത്തൃ ബന്ധത്തെ അടുപ്പിക്കുവാൻ ഒരിക്കൽ പോലും കഴിയുകയില്ല. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ ജനമേ, ദൈവസഭ കടന്നു പോകുന്ന അല്പമല്ലാത്ത പ്രയാസങ്ങൾ ദൈവസഭയ്ക്കകത്ത് നേരിടുമ്പോൾ, പ്രതികൂലത്തിൻ്റെ ചൂടുകൾ ദൈവസഭയ്ക്കകത്തുണ്ടാകുമ്പോൾ ആ പ്രയാസങ്ങളിൽ നിന്ന് നമുക്ക് ഓവർകം ചെയ്യാനുള്ള ഏക വഴി ദൈവസ്നേഹത്താൽ ഞാനും നിങ്ങളും നിറയപ്പെടുക, ദൈവസ്നേഹത്തിൻ്റെ തായ്വേരിലേക്ക് നാം ആശ്രയം കണ്ടെത്തുക, അല്ലാതെ മറ്റൊരു വഴിയുമില്ല. ഇനി രണ്ടാമത് പറയുന്നുണ്ട്, അതിൻ്റെ ഇല പച്ചയായിരിക്കും എന്ന് പറയുന്നുണ്ട്. ഞാനിങ്ങനെ പറയാം, സ്നേഹത്തിലാണോ പോകുന്നത്? സ്നേഹത്തിൽ അധിഷ്ഠിതമാണോ നമ്മുടെ ജീവിതം, നമ്മുടെ സഭാജീവിതം, കുടുംബജീവിതം? എങ്കിൽ അത് പച്ചയായ ഒരു ജീവിതമായിരിക്കും. അത് കാണുന്നവർക്ക് ഫലകരമായിട്ട് തോന്നത്തക്ക നിലയിൽ സന്തോഷമുള്ള ജീവിതമായിരിക്കും. ഇനി 3, അവിടെ നാം വായിക്കുന്നു, വരൾച്ചയുള്ളപ്പോഴും അത് ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. പറയട്ടെ, സ്നേഹമുണ്ട് എന്ന് വരികിൽ പ്രതിസന്ധി ഒരു വിഷയമല്ല. ഏത് സാഹചര്യം വരട്ടെ, ദൈവമക്കളെ, കുടുംബജീവിതത്തിൽ കാഠിന്യമേറിയ ഏത് പ്രതിസന്ധി വരട്ടെ, വേണ്ട സഭാജീവിതത്തിലേക്ക് വരാം, അവിടെ കാഠിന്യമുള്ള ഏത് പ്രശ്നവും വരട്ടെ, അതിൻ്റെ മധ്യത്തിൽ ദൈവമക്കൾക്കിടയിലുള്ള സൗന്ദര്യമുണ്ട് എന്ന് വരികിൽ, സ്നേഹമുണ്ട് എന്ന് വരികിൽ, അവിടെ അത് പ്രയോജനമുള്ളതായിട്ട് തീരും. അപ്പോൾ പൗലോസ് പറഞ്ഞ 1-ാമത്തെ ആശയം അത് പറയുവാനേ എൻ്റെ മുമ്പാകെ സമയമുള്ളൂ. 1-ാമത്തെ ആശയത്തിൽ പൗലോസ് പറയുകയാണ്, നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നുന്നവരായിട്ട് തീരണം.
നമ്മുടെ ആത്മീക ജീവിതത്തെ ഇന്ന് രാത്രിയിൽ നമുക്കൊന്ന് പരിശോധിക്കാം. അതിൻ്റെ തായ്വേര് നിൽക്കുന്നത് എവിടെയാണ്? പൗലോസ് വളരെ വ്യക്തമായിട്ട് എഫെസോസിലെ വിശ്വാസികൾക്ക് വേണ്ടി മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ച് പറയുന്ന ഒരു വാക്കാണ് നാം വായിച്ചു കേട്ടത്. അവർ സ്നേഹത്തിൽ വേരൂന്നുന്നവരായിട്ട് തീരണം. അതിൻ്റെ പശ്ചാത്തലം പിന്നാലെ ഞാൻ ഓർപ്പിക്കുന്നതാണ്. അതിന് പ്രാർത്ഥനയ്ക്കുള്ള കാരണം എന്തായിരുന്നു എന്നുള്ളത്. എഫെസോസിലെ വിശ്വാസികൾക്കിടയിൽ സ്നേഹത്തിന് ഒരു കുറവ് സംഭവിച്ചു എന്ന് പൗലോസ് ലേഖനം എഴുതുമ്പോൾ മുമ്പേ പൗലോസിന് മനസ്സിലായി. എഫെസോസുകാർക്കെല്ലാം ഉണ്ടായിരുന്നു, അവരൊക്കെ സ്നേഹത്തിൻ്റെ അകത്തൊരു കുറവുണ്ട് എന്ന് പൗലോസ് വർഷങ്ങൾക്ക് മുമ്പേ തിരിച്ചറിഞ്ഞു. ഏകദേശം ഒരു 30 വർഷത്തിന് മുമ്പേ പൗലോസ് മനസ്സിലാക്കുകയുണ്ടായി. അതുകൊണ്ട് പൗലോസ് പറയുക, ദൈവമേ, ഈ ജനം സ്നേഹത്തിലൊന്ന് വേരൂന്നിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു. ഇന്ന് രാത്രി പറയട്ടെ, ദൈവത്തിൻ്റെ ജനമേ, നാം ഉൾപ്പെട്ട് നിൽക്കുന്ന പ്രാദേശിക സഭ, ഞാനും നിങ്ങളും ഉൾപ്പെട്ട് നിൽക്കുന്ന നമ്മുടെ കുടുംബ ജീവിതങ്ങൾ, അത് സ്നേഹത്തിൽ വേരൂന്നതായിരിക്കട്ടെ, സ്നേഹത്തിന് ദോഷം വരാതിരിക്കട്ടെ. അടുത്ത ആശയം പറയട്ടെ. രണ്ടാമത് അവിടെ പറയുന്ന വാക്ക് ഇങ്ങനെയാണ്, നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ട് എന്ന് നാം വായിക്കുന്നു. അടിസ്ഥാനം. അപ്പോൾ ഇവിടെ പൗലോസ് ഉപയോഗിച്ച വാക്ക് അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇവിടെ പൗലോസ് അടിസ്ഥാനത്തെക്കുറിച്ച്, ഫൗണ്ടേഷനെ കുറിച്ച് പറയുകയാണ്. അപ്പോൾ ഫൗണ്ടേഷനെ കുറിച്ച് പറയുമ്പോൾ എന്താണ് വിശ്വാസിയെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്? വിശ്വാസി ഒരു കെട്ടിട സമുച്ചയത്തോട് താരതമ്യപ്പെടുത്തിയിരിക്കുകയാണ്. ഒരു കെട്ടിടത്തിൻ്റെ അടിസ്ഥാനം ഉള്ളതുപോലെ വിശ്വാസി അടിസ്ഥാനമുള്ളവനാണ്. ആ അടിസ്ഥാനത്തോടുള്ള ബന്ധത്തിൽ പറയുക, നിന്റെ ജീവിതമാകുന്ന അടിസ്ഥാനം സ്നേഹത്തിൻ്റെ മേൽ കെട്ടിപ്പോക്കുന്നതായിരിക്കണം. സ്നേഹമായിരിക്കണം അടിസ്ഥാനം. ഇത് പറയുമ്പോൾ വളരെ ധ്യാനിക്കുവാനായിട്ടും ചിന്തിക്കുവാനുമുള്ള വിഷയങ്ങളുണ്ട്. ഞാൻ മുമ്പേ ഓർപ്പിച്ച പത്രോസിൻ്റെ ജീവിതവുമായിട്ട് അതിനെ ഒന്ന് താരതമ്യപ്പെടുത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ സ്നേഹത്തിന് 3 പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ധാരാളം വാക്കുകളുണ്ട്, എങ്കിലും നമുക്ക് ചിന്തിക്കുവാനും വിശേഷ ബൈബിളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് 3 വാക്കുകളാണ്. അതിൽ ഒന്നാമത്തെ വാക്ക് അഗാപ്പയാണ്, രണ്ടാമത്തെ വാക്ക് ഫിലിയോ ആണ്, മൂന്നാമത്തെ വാക്ക് ഇറോസ് ആണ്. ഈ 3 വാക്കുകൾ നമുക്ക് വളരെ ചിന്തിക്കേണ്ട വിഷയങ്ങളാണ്. എങ്കിലും ഒന്നാമത്തെ വാക്ക് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. 1 അഗാപ്പെ ലവ് അഥവാ ഡിവൈൻ ലവ്, സ്വർഗീയമായിരിക്കുന്ന സ്നേഹം. ഇവിടെ പൗലോസ് പറഞ്ഞ ആശയം ഇങ്ങനെയാണ്, നിങ്ങൾ സ്നേഹത്തിൽ അടിസ്ഥാനപ്പെടണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വ്യാപരിക്കേണ്ടത് അഗാപ്പെ ലവ് ആണ്. നിങ്ങൾ വ്യാപരിക്കേണ്ടത് സ്വർഗീയമായ സ്നേഹമാണ്. എന്താണ് അതിൻ്റെ ആശയം? ഞാൻ പിന്നാലെ ഓർപ്പിക്കാം. നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുകയാണല്ലോ. നമ്മുടെ ധ്യാനം, നമ്മുടെ ചിന്ത, അത് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് നന്മയായിട്ട് ഭവിക്കുവാൻ, നമ്മുടെ ഈ പഠനം നമ്മുടെ കുടുംബജീവിതത്തിലും നമ്മുടെ സഭാജീവിതത്തിലും ദൈവസഭയുടെ സൗന്ദര്യം എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഇടയായിട്ട് തീരട്ടെ. ഞാനിങ്ങനെ പറയട്ടെ, ദൈവസഭ അത് സൗന്ദര്യത്തിൽ മുന്നോട്ട് പോകേണ്ടതാണ്. അതിനൊരു സൗന്ദര്യമുണ്ട്. ആ സൗന്ദര്യം എന്ന് പറയുന്നത് ദൈവസഭയിലുള്ള ദൈവജനത്തിനിടയിൽ വ്യാപരിക്കേണ്ട സ്നേഹമാണ്. കുടുംബജീവിതത്തിൽ സ്നേഹത്തിന് കുറവ് വരുന്നത് പോലെ എത്രമാത്രം പ്രതിസന്ധി കുടുംബജീവിതത്തിലുണ്ടാകുമോ അതിനേക്കാൾ ഭയാനകമാണ് ദൈവസഭയ്ക്കകത്ത് സ്നേഹത്തിന് കുറവ് വരുമ്പോൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമ്മുടെ സ്നേഹത്തെ ഒന്ന് പുനഃപരിശോധിക്കുവാൻ ഇടയാകട്ടെ. അതിനോടുള്ള ബന്ധത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്ന ഈ ആശയത്തെ ഒന്ന് ശ്രദ്ധിക്കുവാൻ നമുക്ക് ഇടയായിട്ട് തീരട്ടെ. പൗലോസ് പറഞ്ഞത്, നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നുന്നവരായിട്ട് തീരുക, നിങ്ങൾ സ്നേഹത്തിൽ അടിസ്ഥാനപ്പെട്ടവരായിട്ട് തീരുക. ആ വിഷയം നാം ചിന്തിക്കുന്നതാണ്. കർത്താവ് അനുവദിച്ചാൽ അടുത്ത ക്ലാസ്സിൽ ഈ ചിന്ത നമ്മുടെ മനസ്സിലിരിക്കട്ടെ. രാജാവ് സൗന്ദര്യത്തെ ആഗ്രഹിക്കുമ്പോൾ ആ സൗന്ദര്യം നമ്മളിൽ വിളങ്ങണം. ഈ 7 ആത്മീക സത്യം നാം ചിന്തിക്കുവാനായിട്ട് പോവുകയാണ് വരുന്ന ദിവസങ്ങളിൽ. അതിൻ്റെ മറ്റ് തലങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് കൊണ്ടുപോകാം. കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ. ഇന്ന് നാം ചിന്തിച്ച വിഷയത്തെ ഒന്നുകൂടെ ഞാൻ സമ്മറൈസ് ചെയ്ത് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. 45-ാം സങ്കീർത്തനത്തിൽ അവൻ നിന്റെ നാഥനല്ലോ എന്ന് പറയുന്ന ഒരു രാജാവിനെ കുറിച്ച് പറയുന്നു. ആ രാജാവ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു. നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദ്വേഷിക്കുന്ന നീതിയുള്ള ചെങ്കോൽ, രാജത്വത്തിൻ്റെ ചെങ്കോൽ കയ്യിലുള്ള നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയുന്ന വാക്കാണ്. അവിടുന്ന് തൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട, പുത്രൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവസഭയെക്കുറിച്ച് പറയുകയാണ്. ആ മണവാട്ടിയിൽ കാണേണ്ടിയ സൗന്ദര്യം, ആ ചിന്ത നമ്മെ ഭരിച്ചുകൊണ്ട് ഞാനും നിങ്ങളും ദൈവസഭ ആകുന്ന മണവാട്ടികളാകുകയാൽ നമുക്ക് നമ്മുടെ കാന്തനായ കർത്താവിനോടുള്ള ബന്ധത്തിൽ കാത്തു സൂക്ഷിക്കേണ്ടിയ
പരമപ്രധാനമായ വിഷയങ്ങളിൽ ഒന്ന് നമ്മുടെ കർത്താവിനോട് നമുക്കുണ്ടായിരിക്കേണ്ട സ്നേഹമാണ്. ആ സ്നേഹം അത് വേണ്ട നിലയിൽ പ്രയോജനപ്പെടുത്തുമ്പോൾ ഞാനിങ്ങനെ പറയാം, സൗന്ദര്യമുള്ള ഒരു കൂട്ടമായി നാം തീരും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വരുന്ന ദിവസങ്ങളിലും ഈ ചിന്തയും പഠനവും എന്നോട് ചേർന്ന് ചിന്തിക്കുവാനും പഠിക്കുവാനും കർത്താവ് എല്ലാവർക്കും കൃപ നൽകട്ടെ. ഇന്ന് രാത്രി വചനം കേട്ട എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ നാമം മാത്രം വാഴ്ത്തപ്പെടുമാറാകട്ടെ.